ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം ടർഫാക്കി മാറ്റാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നഗരസഭയുടെ വിശദീകരണം തേടി. CPIM ആലുവ ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭ മുൻ കൗൺസിലറുമായ രാജീവ് സക്കറിയയാണ് പൊതു സ്റ്റേഡിയം ടർഫാക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഞങ്ങൾ ശക്തമായിട്ട് ഇത് സമരപരിപാടികളിൽ മുന്നോട്ട് പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൗണ്ട് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അതിപ്പോൾ പുതിയൊരു മുനിസിപ്പാലിറ്റി പുതിയ നയമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് ടർഫാക്കണമെന്നും അത് ടർഫ് കൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് കാർന്നോന്മാരായിട്ട് ഞങ്ങൾ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ മുഖ്യ അധ്യക്ഷൻ ചെയർമാനാണെങ്കിൽ കൂടി ഈ ഗ്രൗണ്ടിൽ കൂടി കളിച്ചു വളർന്ന ആളാണ് അദ്ദേഹം. എന്നിട്ട് ഇപ്പോൾ അവരുടെയൊക്കെ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നേരെ അവരുടെയൊക്കെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ആരും ഇവിടെ കളിക്കണ്ട, ഇനി ഞങ്ങൾ ടർഫാക്കി മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് പുതിയൊരു സംഭവമായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് പ്രതിഷേധമുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ. പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു റിപ്ലൈയോ ഒന്നും തരാനൊന്നും മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പം ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ കാണാവുന്ന ഇനി വരുന്ന തലമുറകൾക്കും കൂടി ഒരു മാതൃകയായിട്ടുള്ളതാണ് ഈ ഗ്രൗണ്ട്. ഇതേവരെ അതിനെതിരെ ഇതേവരെ എന്തോരം കായിക വിനോദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്കൂൾ പരിപാടികൾ, കായിക മത്സരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ടർഫ് എന്ന് പറഞ്ഞൊരു സാധനം വരുത്തിയിട്ട് പ്രായോഗികമല്ലാത്തൊരു ടർഫ്, അതായത് പല രാജ്യങ്ങളിലും ടർഫ് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പല രാജ്യങ്ങളും ടർഫിൽ കാലിന് മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പല രാജ്യങ്ങളും ഇത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോഴാണ് ടർഫ് അനുവദിക്കാൻ തോന്നി. ഇവിടെ എന്ത് പ്രോജക്റ്റ് ഈ മുനിസിപ്പാലിറ്റി ചെയ്താൽ ഇതേവരെ ഗുണം പിടിക്കാണ്ട് കിടക്കുകയാണ്. ഇപ്പോൾ ആലുവ ബൈപ്പാസ് തോട്ടക്കാട്ടുകയിൽ ഒരു ടൗൺ ഹാള് പണിതിട്ടുണ്ട്, ഉപയോഗശൂന്യമായിട്ട് അത് കിടക്കുന്നുണ്ട്. ഇതിനൊന്നും ആർക്കും പരാതിയില്ല. ഇവിടെ ഒരു സംരംഭം കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കാർക്കും തിരിഞ്ഞു നോക്കണ്ട. ചെയ്തിട്ടുണ്ട് ആലുവ മുനിസിപ്പാലിറ്റി. ഇതുവരെയായിട്ട് വൈകിട്ട് നടക്കണവർക്ക് ഇതൊരു ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ രാവിലെ നടക്കണവർക്ക് ടർഫിട്ട് എവിടെ എങ്ങനെ നടക്കാൻ പറ്റും? ഇതിനെതിരെ ശക്തമായ സമരമായിട്ട് ടൂർണമെന്റിന് മാത്രം ഇവർ ലൈറ്റ് ഇടും. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടൂർണമെന്റ് ഉണ്ട്, അതിന് മാത്രം ഇവർ ലൈറ്റ് ഇട്ട് കൊടുക്കും. ബാക്കി ഇവിടെ ലൈറ്റ് എന്ത് പരിപാടി വന്നാലോ അല്ലെങ്കിൽ ഒരു സംഗതിക്ക് ലൈറ്റ് ഇട്ട് കൊടുക്കാൻ ഇവർ തയ്യാറല്ല. ഇവിടുത്തെ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ, ഇവർക്കൊന്നും ഗ്രൗണ്ട് ഇല്ല. ആകെ ആശ്രയിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടാണ്. ഇവിടെ എല്ലാ വർഷവും അവരുടെ കായിക വിനോദങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ഇവിടെയാണ്. ഇവിടെ ഇനി ഒരു ടർഫ് ചെയ്താൽ അതൊക്കെ നടക്കുമോ? പിള്ളേരവിടെ പോയി ഓടും, ചാടും. ഇത് നടപടിയില്ലാത്ത കേസ് കേട്ടാ. ഞങ്ങൾ ശക്തമായി ഇതിനെതിർ. ഒരു മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് അത് പണിത് കൊടുക്കാൻ പറ്റാത്ത മുനിസിപ്പാലിറ്റിയാണ് ഇനി ഗ്രൗണ്ടുമ്മ കൊണ്ടുപോയിട്ട് ഈ ടർഫ് ഇട്ടിട്ട് അതിൽ ഊണ് കഴിക്കാൻ നടക്കുന്നത്. അതുപോലെ പ്രായമായ ആളുകൾ വരെ ഇവിടെ ഇഷ്ടംമാതിരി ആളുകൾ നടക്കുന്നതാണ്. അവർക്കെല്ലാം ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടുള്ള പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഈ ടർഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. പ്രായഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും കായിക വിനോദത്തിനും വ്യായാമത്തിനും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആശ്രയിക്കുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തെയാണ്. ജില്ലാ ഉപജില്ലാ ഫുട്ബോൾ മത്സരങ്ങൾ മുതൽ വിവിധ വിദ്യാലയങ്ങളുടെ സ്പോർട്സ് മീറ്റ് ഉൾപ്പെടെ നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ്. ആലുവയിലെയും സമീപ പ്രദേശത്തെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശ്രയമായ മുനിസിപ്പൽ സ്റ്റേഡിയത്തെ നഗരസഭ ടർഫ് സ്റ്റേഡിയമാക്കി മാറ്റരുതെന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. മുനിസിപ്പൽ ഗ്രൗണ്ടിലെ പ്രകൃതിദത്ത പുൽത്തകടി മാറ്റി സിന്തറ്റിക് ടർഫ് പാകി ഒരൊറ്റ കായിക ഇനമായ ഫുട്ബോളിന് മാത്രമായി ഉപയോഗിക്കുന്നതിനാണ് നഗരസഭയുടെ നീക്കം. കേരളത്തിലെ നിരവധി പ്രശസ്ത കായിക താരങ്ങളെ സൃഷ്ടിച്ച മൈതാനം ഏതാനും സ്വകാര്യ വ്യക്തികൾക്കായി മാറ്റാനുള്ള നീക്കമാണ്. ആർട്ടിഫിഷ്യൽ ടർഫ് നിർമ്മിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മെയിൻ്റനൻസ് ചെലവുണ്ടാകും. തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത ആലുവ നഗരസഭ പുതുതായി നിർമ്മിച്ച ഓപ്പൺ എയർ സ്റ്റേജിൻ്റെ വാടക ഇനത്തിൽ ലഭിക്കുന്ന 5000 രൂപ ഇതിനുവേണ്ടി വിനിയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസിന് ആവശ്യമായ തുക ഇതിൽ നിന്നും ലഭ്യമാവില്ല എന്ന യാഥാർത്ഥ്യം മറിച്ചാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. കൃത്രിമ സിന്തറ്റിക് ഫീൽഡുകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങളിൽ പറയുന്നതായും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ടർഫ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അപകടകരമായ രാസവസ്തുക്കൾ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. ഫുട്ബോൾ മത്സരങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ടർഫുകൾ കളിക്കാരുടെ കാര്യക്ഷമത കുറയ്ക്കുന്നതായും ഹർജിയിൽ പറയുന്നു. ടർഫാക്കുന്നതോടെ ഫുട്ബോൾ മാത്രമാണ് കളിക്കാൻ അവസരമുണ്ടാകുക. ഗ്രൗണ്ടിലേക്കുള്ള പൊതുപ്രവേശനം പരിമിതപ്പെടും. മൈതാനത്തിൻ്റെ എല്ലാ ഉപയോഗങ്ങൾക്കും ഇത് പൊതുജനങ്ങൾക്ക് അസാധ്യമാകും. വസ്തുതകൾ മുൻനിർത്തി ആലുവയിലെ കായിക പ്രേമികളെ ദുരിതത്തിലാക്കുന്ന നഗരസഭയുടെ തീരുമാനവും ടർഫാക്കുന്നതിനുള്ള നടപടികളും സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരനായ രാജീവ് സക്കറിയ ആവശ്യപ്പെടുന്നത്. അഭിഭാഷകനായ M. ജനാർദ്ദന ഷേണായിയാണ് ഹർജിക്കാരന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. ന്യൂസ് ഡെസ്ക്, ആലുവ.